25 ലക്ഷം രൂപ ലാഭം വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, കൺസ്ട്രക്ഷൻ കമ്പനി ഇട്ടാൽ മതി. 10 ദിവസം കൊണ്ട് തീർക്കേണ്ട പണി സ്ക്വയർ ഫീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പം 6 അല്ല 7 ദിവസം കൊണ്ട് പണി തീർക്കും. എനിക്കറിയില്ല 25 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് ഈ പറയുന്നത് 2500 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ പറ്റുന്നതെന്ന്. നല്ല ക്വാളിറ്റി ഉള്ളൊരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റേറ്റ് വരും. ഈ പറയുന്ന 25 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ഈ 2500 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ ലാഗ് അടിക്കാൻ നോക്കത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പണി തീർന്നു അത്രയും പെട്ടെന്ന് പുള്ളിയുടെ ലാഭമാണ്. നിങ്ങൾക്ക് കൺസ്ട്രക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ലേബേഴ്സിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് ബേസിക് ഐഡിയ വേണം. ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ നോളജ് എന്തായാലും വേണം. ബഡ്ജറ്റ് ലാഭിക്കണം എന്നുള്ള ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേബർ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പണി കിട്ടും. നിങ്ങൾക്ക് ഇതിൻ്റെ ഹെഡേക്ക് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോപ്പർ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. 25 ലക്ഷം രൂപ ലാഭം വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, കൺസ്ട്രക്ഷൻ കമ്പനി ഇട്ടാൽ മതി. കാരണം 52 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് 25 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ലാഭം. വിശ്വാസം വരുന്നില്ലേ? ഇങ്ങനെയാണ് മാർക്കറ്റിൽ പറയുന്നത്. കാരണം ഒരു ക്ലയൻറ്റ് നമുക്ക് വന്നതാണ്, പുള്ളി 52 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എസ്റ്റിമേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തത്. പുള്ളി ലാസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ലേബർ കോൺട്രാക്ട് കൊടുക്കുകയാണെന്ന് ചോദിച്ചു. കാരണം ചോദിച്ചപ്പം എന്നോട് പറഞ്ഞാണ്, പുള്ളിയോട് ആരോ പറഞ്ഞു ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ലേബർ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ ലാഭം കിട്ടും. ഒരു ഈ പറയുന്ന 2300-400 എന്തോ ഉണ്ടെന്ന് 2500 സ്ക്വയർ ഫീറ്റ് എന്തോ ഉണ്ടായിരുന്നു ബിൽഡിങ്. അത് നമ്മളെല്ലാം കൂടെ ഏകദേശം 52 ലക്ഷം രൂപയാണ് കൊട്ടേഷൻ കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഈ പറയുന്ന 2500 സ്ക്വയർ ഫീറ്റ് വീട് പണി 25 ലക്ഷം രൂപയ്ക്ക് ആരോ ചെയ്ത് കൊടുക്കാം, ലേബർ ചെയ്യുകയാണെങ്കിൽ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. കാരണം എനിക്കറിയില്ല 25 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് ഈ പറയുന്നത് 2500 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ പറ്റുന്നതെന്നുള്ളത്. നമ്മളിവിടെ ഒരു കമ്പാരിസണോ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ബേസിക്കലി മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞൊരു റേറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റേറ്റ് വരും. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക. അതിപ്പം ലേബർ കോൺട്രാക്ട് കൊടുത്താലും ഒരു കമ്പനിക്ക് കൊടുത്താലും എന്തായാലും അവിടെ ഒരു കോസ്റ്റ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞൊരു റേറ്റ് ഉണ്ട്. ഈ പറയുന്ന 25 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ഈ 2500 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ പറ്റത്തില്ല. പണിയുവാണെങ്കിൽ അവിടെ ക്വാളിറ്റി കോംപ്രമൈസിങ് എന്ന് പറയുന്ന ഒരു ഐറ്റം യൂസ് ചെയ്താൽ നമുക്കത് പണിയാൻ പറ്റും. അല്ലാതെ ക്വാളിറ്റി 100% നമ്മൾ ഹൈ ക്വാളിറ്റി യൂസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ആ റേഞ്ചിൽ വീട് പണിയാൻ പറ്റില്ല. ലേബർ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൺസ്ട്രക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ലേബേഴ്സിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് ബേസിക് ഐഡിയ വേണം. ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ നോളജ് എന്തായാലും വേണം. കാരണം നിങ്ങളൊരു ലേബറിന് വർക്ക് കൊടുത്തു, ആ വർക്ക് കൊടുക്കുന്നതിൻ്റെ അകത്ത് ഈ പറയുന്ന ലേബറിന് ടച്ചായിട്ടാണോ സ്ക്വയർ ഫീറ്റിലാണോ കൊടുക്കുന്നതെന്നുള്ള ഫസ്റ്റ് തിങ് നിങ്ങൾ നോക്കണം. ടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡേ എന്ന് വെച്ചാൽ ഒരു ഡേയിൽ 1300 രൂപയ്ക്ക് നമ്മളൊരു മേസനെ നിർത്തി കഴിഞ്ഞാൽ 1300 രൂപയുടെ വർക്ക് പുള്ളി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് വാല്യൂ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതല്ല നിങ്ങൾ സ്ക്വയർ ഫീറ്റ് കൊടുക്കുകയെന്ന് വെച്ചോ, സ്ക്വയർ ഫീറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ക്വാളിറ്റിയിലാണോ പുള്ളി പണിയുന്നത് എന്നുള്ളത്. മീൻസ് നമ്മുടെ ഗ്യാപ്പിംഗ് ഉണ്ട്, ഈ പറയുന്ന പോലെ സെറ്റിംഗ് ടൈം ഉണ്ട്, ഈ പറയുന്ന പോലെ ചാന്തിൻ്റെ കനമുണ്ട്, ഇതെല്ലാം പ്രോപ്പറായിട്ടാണോ പുള്ളി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. കാരണം പുള്ളിയെ സംബന്ധിച്ച് പുള്ളി പെട്ടെന്ന് പണി തീർക്കാനേ നോക്കത്തുള്ളൂ. ഈ പറയുന്ന പോലെ ലാഗ് അടിക്കാൻ നോക്കത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പണി തീർന്നു അത്രയും പെട്ടെന്ന് പുള്ളിയുടെ ലാഭമാണ്. സോ ഒരുപാട് സ്പീഡിൽ പണി ചെയ്യുമ്പോൾ എന്തായാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും. ഈ ഇഷ്യൂസ് വരാത്ത രീതിയിൽ എന്ന് വെച്ചാൽ ഒരു 10 ദിവസം കൊണ്ട് തീർക്കേണ്ട പണി സ്ക്വയർ ഫീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പം 6 അല്ല 7 ദിവസം കൊണ്ട് പണി തീർക്കും. 10 ദിവസം കൊണ്ട് തീർക്കേണ്ട പണി നമ്മൾ ടച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 15 ദിവസം കൊണ്ടായിരിക്കും പുള്ളി പണി തീർക്കുന്നത്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാടുണ്ട്. അപ്പം ഇതൊക്കെ മോണിറ്റർ ചെയ്യാനും ഇതൊക്കെ അറിയാവുന്നവർ മാത്രമേ ലേബർ കോൺട്രാക്ട് കൊടുക്കാവൂ. അല്ലാതെ ബഡ്ജറ്റ് ലാഭിക്കണം എന്നുള്ള ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേബർ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പണി കിട്ടും. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം ലാഭിക്കണം, നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ നടക്കാനുള്ള നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൻ്റെ ഹെഡേക്ക് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോപ്പർ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി വരുമ്പോൾ അവരുടെ ഒരുപാട് ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഒരുപാട് ബാക്കപ്പ് പ്ലാൻസ് ഉണ്ട്, ഈ ഡ്രാഫ്റ്റ് മാനേജ്മെൻറ്റ്സ് ഉണ്ട്, ലേബർ മാനേജ്മെൻറ്റ്സ് ഉണ്ട്, ഇങ്ങനെ പല വിങ് ഉണ്ട് അവരുടെ ഹാൻഡിൽ ചെയ്യാൻ. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി റൺ ചെയ്യുന്നത്. അപ്പം അവർക്ക് ഇത് ബേസിക് ഐഡിയ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു മേസൺ പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂ കാരണം പോയി, അടുത്ത ദിവസം അടുത്ത മേസനെ കയറ്റാൻ ഇവരുടെ ഒരു ബാക്കപ്പ് ഉണ്ട്. ഒരു ക്ലയൻറ്റിന് എങ്ങനെയാണ് പെട്ടെന്ന് ഒരാളെ കയറ്റാൻ പറ്റുന്നത്? അവിടെ ഡിലേ വരും. ഈ പറയുന്ന പോലെ പല സമയത്തായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഈ ആൾ നല്ലപോലെ പണിയെടുക്കുന്ന ആളാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഐഡിയാസ് എങ്ങനെ അത് ചെക്ക് ചെയ്യണോ എന്നുള്ളത് ചിലപ്പോൾ ക്ലയൻസിന് അറിയത്തില്ല. ഇങ്ങനെ പല ഇഷ്യൂസ് വരും. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കേസ് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഇഷ്ടമാണ് കോൺട്രാക്ടിങ് കമ്പനിക്ക് കൊടുക്കണോ അല്ലെങ്കിൽ ലേബർ കൊടുക്കണോ എന്നുള്ളത്. പക്ഷേ ലേബർ കൊടുക്കുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻസിൽ DM ചെയ്താൽ മതി. ലേബർ കോൺട്രാക്ട് എന്നും പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മൾ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് ലേബർ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ബേസിക് ഐഡിയാസ് പറഞ്ഞുതരാം.